ഹായ് ഫ്രണ്ട്സ്, അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ നാളുകളായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ലായിരുന്നു. ഒരു 2 മാസത്തോളമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 മാസങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. സംഭവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, വേദനകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇനിയും വീഡിയോ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് എൻ്റെ ആരോഗ്യത്തെയും എൻ്റെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ചൈന പറഞ്ഞത് യൂട്യൂബായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞത്. വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ കുറച്ചൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടുമല്ലോ. അപ്പോൾ ഈ 2 മാസത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു. അന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പം എൻ്റെ കൂടെ ഇല്ല. എൻ്റെ ഉമ്മ ഇപ്പം എൻ്റെ കൂടെ ഇല്ല. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. വേറെ ലോകത്ത് വേറെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ വീട്ടിൽ ആർക്കും ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ഇതാണല്ലോ നമുക്കുണ്ടാവുക. അപ്പം എൻ്റെ ഉമ്മ എന്നെ വിട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അതിൽ ഇപ്പോഴും പുറത്തേക്ക് വരാൻ എനിക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കതൊരു സഹിക്കാൻ പറ്റാത്തൊരു വിഷമമാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നത്. പക്ഷേ അത് ഞാനിപ്പം ഒരുപാട് എൻ്റെ ആരോഗ്യത്തെ ഒരുപാട് ബാധിച്ചു. ഭക്ഷണം കഴിക്കലില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാൻ അതിന് കുറച്ചൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടേ ഉള്ളൂ. അപ്പം ഇച്ചാനാണ് പറഞ്ഞത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് പോകും. അതുകൊണ്ട് വീഡിയോ ഒക്കെ ആയിട്ട് കുറച്ച് ഇതാവാൻ. അപ്പം ഞാനും ഇതൊരു ടൈം പാസ് ആയിട്ടല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാനും അതുപോലെ തന്നെ മുമ്പ് ഞാൻ എൻ്റെ കൂടെ വരുന്നതിന് മുമ്പേ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു വരുന്നിടം വരെ. അപ്പം ഇത് ഞാനൊരു ജോബായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഇന്നു മുതൽ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നടക്കുമെന്നറിയില്ല, പക്ഷെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒരു കുഞ്ഞാവയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വീഡിയോ അവനും ഇതിൻ്റെ ഇടയ്ക്ക് ഈ 2 മാസത്തിൻ്റെ ഇടയ്ക്ക് ഉമ്മാക്ക് സുഖമില്ലാതായ സമയത്ത് എൻ്റെ മോന് ഡെങ്കിപ്പനി വന്നിട്ട് അവനും ICUലായിരുന്നു, ഉമ്മ ICUലായിരുന്നു. അപ്പം എല്ലാം കൂടെ ആയിട്ട് എനിക്ക് മൊത്തത്തിൽ ഞാൻ എന്തോ ആയിപ്പോയായിരുന്നു. കാരണം ഉമ്മാൻ്റെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഉമ്മ ഒന്ന് കുറഞ്ഞു വന്നപ്പോഴേക്ക് മോന് അസുഖമായി. അവന് ഡെങ്കിപ്പനി വന്നു, അവന് ICUയിൽ കയറ്റി. അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഉമ്മാനെ പിന്നെയും ICUയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു മനസ്സുകൊണ്ട് ഒരു എന്താ പറയുക, ഒരുപാട് ടെൻഷൻ അനുഭവിച്ചൊരു സമയമായിരുന്നു. ഇപ്പം മോന് കുഴപ്പമൊന്നുമില്ലാതെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷെ അവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. പക്ഷെ എൻ്റെ ഉമ്മ എനിക്ക് തിരിച്ചു കിട്ടിയില്ല ഉമ്മാനെ. അപ്പം ഇനി അങ്ങോട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട്